ഞാൻ വിനോദിലേക്ക് വരാം. കാരണം അവിടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു. അല്ല, കമ്മീഷൻ ചെയ്തെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ADGP ലോ ആൻഡ് ഓർഡറിന്റെ പ്രസൻസ് അവിടെയുണ്ട്. അപ്പൊ കമ്മീഷൻ നിലയിലേക്കാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഈ ADGPക്ക് പറ്റിയില്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് വിളിച്ച് ഈ മുഖ്യമന്ത്രി ചോദിച്ചോ? എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നതെന്ന് ഏത് ആഭ്യന്തരമന്ത്രിയും ചോദിക്കുമല്ലോ. ഇത്രയും സംഭവങ്ങൾ, കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലീസ് കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാവിലെ മുതൽ പരാതി വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ? മുഖ്യമന്ത്രി വിളിച്ചു ചോദിക്കണ്ടേ എന്താണ് അവിടെ നടക്കുന്നതെന്ന്? ചോദിച്ചില്ലല്ലോ. ഇവരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മനസ്സിലായി? ആ പൂരം കലക്കിയിട്ട് അവിടെ ഒരു വികാരം ഉണ്ടാക്കി BJPയെ ജയിപ്പിക്കുക. അത് തന്നെ BJP കൊണ്ട് ഈ കൂടാലോചനയിൽ. ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ക്ഷേത്രം, വിശ്വാസം, അമ്പലം എന്നൊക്കെ പറഞ്ഞ് അവരുടേത് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ആളാണ്. ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് CPM-ആയിട്ട് ഗൂഢാലോചന നടത്തിയത് BJP. എങ്ങനെ? വോട്ടിംഗ് പാറ്റേണൊക്കെ പലതരത്തിൽ പല രീതിയിലും മാറി വരും. ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിനവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ വിലയിരുത്തിയല്ലോ ഞങ്ങളുടെ പാർട്ടിയോട്. എന്നിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാതെ പോയത് എന്തുകൊണ്ടാ? CPM-ന് കിട്ടിയതിന്റെ വോട്ട് ചോദിച്ചു നോക്ക് VS സുനിൽകുമാറോട്. സംശയം ഉണ്ടെങ്കിൽ VS സുനിൽകുമാറോട് ചോദിച്ചു നോക്ക്. അന്തിക്കാട് ഉൾപ്പെടെയുള്ള ഒരു കാലത്തും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഒരു തരത്തിലും LDF-ന്റെയും CPM-ന്റെയും CPI-യുടെയും വോട്ട് കുറയാത്ത അന്തിക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും എവിടെയാണ് CPM-ന്റെ വോട്ട് പോയെന്ന് അന്വേഷിച്ചു നോക്കും. സുനിൽകുമാറോട് ചോദിച്ചാൽ സുനിൽകുമാർ പറഞ്ഞു തരും. ഇല്ലാന്നേ, LDF-ന്റെ വോട്ട് പോയെന്നേ. നിങ്ങൾക്ക് കണക്കറിയില്ല. എന്താ കൈരളിക്കാരൻ സുനിൽകുമാർ പറഞ്ഞു തരും കണക്ക്. CPI-യോട് ചോദിക്കുക, സ്ഥാനാർത്ഥിയോട് ചോദിക്കും. ഞങ്ങൾ ഉന്നയിച്ചു, പ്രതിപക്ഷം ഉന്നയിച്ചു, അന്ന് തന്നെ ഉന്നയിച്ചു. അന്ന് സുനിൽകുമാറും പറഞ്ഞു. ഇപ്പൊ സുനിൽകുമാർ വളരെ വ്യക്തമായിട്ട് പറയാണ്, CPI പറയാണ്, ഘടകകക്ഷികൾ പറയാണ്. അപ്പം മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഒരു പ്രഹസനമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. ആരോപണ വിധേയനായ ആള് തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മാർഗങ്ങൾ ഉറപ്പായിട്ട് തേടും. ഞങ്ങളിപ്പോ BJPയെ കുറിച്ചല്ലേ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. എല്ലാ പത്രസമ്മേളനങ്ങളിലും BJP ഇതിന്റെ ഇന്നും പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോഴല്ലല്ലോ, അതിനു മുമ്പ് പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. BJP പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. BJP CPM-മായി ചേർന്ന് സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറയാം. അതല്ലേ ഇതിന്റെ അകത്ത് ആരോപണം. ഈ ADGPയും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത്. അന്ന് CPM ആദ്യം നിഷേധിച്ചു, RSS നിഷേധിച്ചു, പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങളല്ലേ. അതിന് RSS നേതാക്കന്മാരുമായി, RSS നേതാവുമായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി. അപ്പോഴാണ് CPM നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ 1 മണിക്കൂർ പോയിട്ട് RSS-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ടല്ലോ. ചോദിച്ചു, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണോ? BV അൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കുള്ളതെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിന്റെ അർത്ഥം. കൈരളിക്കാരനാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് DGP അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയന് പിന്നെ എന്തിനു കൊള്ളാം. ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട്. അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ. അൻവർ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ? മുഖ്യമന്ത്രി. പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക.